മാൻ ലാസ്റ്റ് വീഡിയോയിൽ നല്ല കിടില റെസ്പോൺസ് ആയിരുന്നു നിങ്ങളെ വന്ന് വെറും ഒരു ദിവസം കൊണ്ട് തന്നെ ടാർഗറ്റ് 1K വ്യൂസ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആസ് പ്രോമിസ്ഡ് നമ്മൾ ഇന്ന് വൺ പഞ്ച് മാൻ വേഴ്സസ് ഗാറോ കോസ്മിക് ഗാറോ എന്നുള്ള ഫൈറ്റാണ് നോക്കാൻ പോകുന്നത്. ആൻഡ് ഈ ഫൈറ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്നല്ല ബെസ്റ്റ് ഫൈറ്റ് ആണ് മൊത്തം അനിമേ കമ്മ്യൂണിറ്റിയിൽ. ഇപ്പൊ റാങ്കിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് 5 എന്തായാലും ഈ ഫൈറ്റ് ഉണ്ടാവും. കാരണം ഈ ഫൈറ്റിലാണ് ആദ്യമായിട്ട് സൈത്താമ ഭയങ്കരമായിട്ട് സീരിയസ് ആവുന്നത്. ആൻഡ് ഈ ഫൈറ്റിലാണ് ഗാറോന്റെയും സൈത്താമയുടെയും ട്രൂ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് കീപ് വാച്ചിങ്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് കോസ്മിക് ഗോറ അതിനുശേഷം ഫൈറ്റിംഗ് സ്റ്റാൻസ് എടുത്തുന്ന ഗോറയാണ്. ആൻഡ് ഇങ്ങനെ ഫൈറ്റിംഗ് സ്റ്റാൻസ് എടുത്തതിന് ശേഷം അവനിപ്പോൾ ഒരുപാട് കഴിവുകളും കിട്ടിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ എനർജിയെ പറ്റിയിട്ട് അവന് നോളജ് ഉണ്ട്. പ്ലസ് ആരുടെ ടെക്നിക്ക് ആണെന്നുണ്ടെങ്കിലും അത് ഈസി ആയിട്ട് അവന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്യാൻ പറ്റും. ആൻഡ് ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ന്യൂക്ലിയർ ഫിഷൻ ആണ്. ആ ന്യൂക്ലിയർ ഫിഷൻ എടുത്തിട്ട് ഫസ്റ്റ് പഞ്ച് ചെയ്യും ഗാറോ സൈത്താമയുടെ അടുത്ത്. ആൻഡ് ഈ അറ്റാക്ക് എത്ര വലുതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടു നിന്നവർക്ക് അതൊരു ന്യൂക്ലിയർ ബോംബ്, അതായത് വേറെ ഏതൊരു രാജ്യത്ത് ന്യൂക്ലിയർ ബോംബൊക്കെ ഇട്ട പോലെ ആയിരിക്കും. അത്രയും സ്ഫോടനം പോലെ ആയിരിക്കും. കണ്ടു നിന്നവർ തന്നെ അത് പറയും ഇതൊരു ന്യൂക്ലിയർ ബോംബ് അറ്റാക്ക് അല്ല എന്നൊക്കെ ചോദിക്കും. ആൻഡ് ഈ അറ്റാക്ക് ഒരു പ്രാവശ്യം മാത്രമല്ല ഒരുപാട് പ്രാവശ്യമാണ് ഗാറോ സൈത്താമയുടെ അടുത്ത് ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനെയുള്ള പവർഫുൾ അറ്റാക്സ് കണ്ടിട്ട് എല്ലാ ഹീറോസും അത് നോക്കി നിന്നിട്ട് ചോദിക്കുന്നതാണ് എന്താണ് ഇപ്പൊ ഇവിടെ നടക്കുന്നതെന്ന്. ബട്ട് ജനോസിന് സംവാട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം അവന്റെ സെൻസ് സൈത്താമക്ക് മാത്രമേ ഇങ്ങനെയുള്ള അറ്റാക്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇത്രയും വലിയ അറ്റാക്സിന് ശേഷം എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സൈത്താമനെ കാണിക്കും. സൈത്താൻ പറയുന്നത് എടോ നീ എന്റെ ഡ്രസ്സ് മൊത്തം നശിപ്പിച്ചല്ലോടോ. ആൻഡ് ഇത് കേട്ടൊരു കാറ് ചോദിക്കും സീരിയസ്ലി ഇപ്പോഴും നിനക്ക് നിന്റെ ഔട്ട്ഫിറ്റിനെ പറ്റിയിട്ടാണോ ചിന്ത? ഞാൻ ഇത്രയും വലിയ അറ്റാക്സ് ഉണ്ടാക്കിയത് നിനക്ക് അറിയോന്ന് അറിയത്തില്ല, നിന്റെ എല്ലാ മൂവ്സും ഞാൻ കോപ്പി ചെയ്തെന്ന് പറയും. അപ്പൊ സൈത്താമയിലേക്ക് മൂസോ എനിക്ക് ആ ഒറ്റ മൂവല്ലേ ഉള്ളൂ, പഞ്ച്. ആൻഡ് ഇതിനുശേഷം സൈത്താമ കാറോട് പറയും നീയും ബാക്കിയുള്ളവരെ പോലെ തന്നെ ചുമ്മാ ഓരോ ഡയലോഗ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, ഒരു ഉപകാരമില്ല, ബാക്കിയുള്ള വില്ലന്മാരെ പോലെ തന്നെയാ നീ എന്ന് പറയും. ബട്ട് ഇതെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് ഗോറോ പറയും ഐ ഫീൽ ലൈക്ക് ഐ ക്യാൻ ഡു എനിത്തിങ് നൗ. ആൻഡ് ഇതിനുശേഷം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഷക്കായെ പറ്റിയാണ്. ഷക്കായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർഷൽ ആർട്സിലെ ഒരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് വെച്ചുകൊണ്ട് തന്നെ നേച്ചറിലെ എന്ത് മൂവ്മെന്റിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. നേച്ചറിലെ എന്ത് ലിവിങ് ഓർഗനൈസേഷനും ആയിക്കോട്ടെ അതിനെല്ലാം കോപ്പി ചെയ്യാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് കുങ്ഫു പോണ്ട നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുങ്ഫു പോണ്ടാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ടെക്നിക്ക് ഓൾറെഡി ഗാറോക്കെ അറിയാം. ഇപ്പൊ കോസ്മിക് ഗാറോ ആയതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള എല്ലാ എനർജിയെ പറ്റിയും എല്ലാ ഫോഴ്സിനെ പറ്റിയും അവനിപ്പോ നോളജ് ഉണ്ട്. ഇവനിപ്പോ ഗാറോ സൈത്താമയുടെ മൂവ്മെന്റ്സ് വരെ കോപ്പി ചെയ്യും. എത്രത്തോളം കോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈത്താമയുടെ ഫേസ് വരെ ഗോറോയുടെ ഫേസ് ആയി മാറിക്കൊണ്ടിരിക്കും. ആൻഡ് ഇത് കണ്ടിട്ട് സൈത്താമ ആദ്യമായിട്ട് ഷോക്കായി നിൽക്കും. ആൻഡ് ഇങ്ങനെ നിൽക്കുന്ന ഗാറോ സൈത്താമയുടെ മൂവ്മെന്റ്സ് തന്നെ കോപ്പി ചെയ്യാൻ തുടങ്ങും. ആൻഡ് കൺസിക്യൂട്ടീവ് നോർമൽ പഞ്ചസ് ഗാറോ സൈത്താമയുടെ മുകളിൽ അറ്റാക്ക് ചെയ്ത് തുടങ്ങും. ആൻഡ് ഇത് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം മൂവ്മെന്റ് തന്നെ സൈത്താമ ചെയ്യും. രണ്ടുപേരും ഇവന്റ്ലി മാച്ച് ചെയ്തുകൊണ്ടിരിക്കും. രണ്ടുപേരും ഒരേപോലെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപോലും ഒരേപോലെയുള്ള പഞ്ച് രണ്ടുപേരുടെയും മുഖത്തടിക്കും. ആൻഡ് ഇതിനുശേഷം രണ്ടുപേരും ചെറുതായിട്ടൊന്ന് ബോധം കെടുന്ന പോലെ പോയിട്ട് പിന്നെ അവിടുന്ന് എണീക്കും. ആൻഡ് ആദ്യമായിട്ട് ഒരാൾ ഈക്വൽ ആയിട്ട് വൺ പഞ്ച് മാൻ സൈത്താമയെ എതിർത്ത് നിൽക്കുന്നു. ആൻഡ് ഈ കാര്യം ഗാറോക്ക് മനസ്സിലായി. ആദ്യമായിട്ടാണ് ഇവനിങ്ങനെ എതിരാളി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഗാറോ ചിരിച്ചുകൊണ്ട് ചോദിക്കും എന്തു പറ്റി, നീ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരാളെ കാണുന്നത്, നിന്നെ ഒപ്പം നിൽക്കുന്ന ഒരാളെ കാണുന്നതെന്ന് ചോദിക്കും. ആൻഡ് ഇതിനുശേഷം ഗാറോ അവന്റെ ഡയലോഗ്സ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ജസ്റ്റ് നിന്റെ മൂവ്മെന്റ്സ് കോപ്പി ചെയ്യാൻ മാത്രമല്ല എനിക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. എനിക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ പവേഴ്സ് തന്നെ നിന്നെക്കാൾ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയും. ബട്ട് ഗാറോ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഡയലോഗ് അടിച്ച് നിൽക്കുമ്പോൾ സൈത്താമ അവിടെ വേറെ കാര്യം ആലോചിച്ചിട്ടിരിക്കും. കാര്യം സൈത്താമക്ക് ഇപ്പൊ അവിടെ കുറച്ച് സീരിയസ് ഒക്കെ ആയിട്ട് തോന്നിയെങ്കിൽ പോലും സൈത്താമ എന്താ ആലോചിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ താരയോട് ഇപ്പൊ വാക്ക് കൊടുത്തല്ലോ ഇവനെ ഹേർട്ട് ചെയ്യൂലെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്താ ചെയ്യാന്നാണ് സൈത്താമ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇത് മനസ്സിലാക്കിയ ഗാറോ സൈത്താമയോട് ചോദിക്കും ഇത്രയൊക്കെ പവർഫുൾ ആയിട്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും നിന്റെ ചിന്ത ആ കുട്ടിയെ പറ്റിയിട്ടാണോ, നിനക്ക് നിന്റെ മേലിൽ ഒരു സ്നേഹവും ഇല്ലെന്ന് ചോദിക്കും. ആൻഡ് ഇതോടുകൂടി ഗാറോ പറയും വാട്ട് എവർ, ഞാൻ ടാരിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹീറോസ് എല്ലാം എത്ര വീക്കാണെന്നുള്ളത്, അത് ഞാൻ തെളിയിക്കുന്നു പറഞ്ഞിട്ട് ഗാറോ ഒരു വലിയ എനർജി ബോൾ ഉണ്ടാക്കാൻ തുടങ്ങും. അത് എത്രത്തോളം പവർഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു വലിയ ന്യൂക്ലിയർ ബോംബ് പോലെ. ആൻഡ് ആ എനർജി ബോൾ ഉണ്ടാക്കിയതിനു ശേഷം 2 ഗാമാ റേ ബസ്റ്റ് വെച്ചിട്ട് അതിനെ അറ്റാക്ക് ചെയ്യും, സൈത്താമയുടെ മുകളിൽ അറ്റാക്ക് ചെയ്യും. ആൻഡ് ഈ അറ്റാക്ക് എത്രത്തോളം പവർഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്ക് കാണിക്കും. ഇപ്പൊ റിയൽ ആയിട്ട് ഈ ഗാമാ റേ ബസ്റ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് വർഷങ്ങളോളം സമയം എടുത്തിട്ടേ അത് ഉണ്ടാവുള്ളൂ. ആൻഡ് അത് പുറപ്പെടുവിപ്പിക്കുന്ന എനർജി ഉണ്ടല്ലോ അത് ഭൂമിയിൽ തട്ടിക്കഴിഞ്ഞാൽ ഭൂമി എന്തായാലും പിളർന്നു പോകും. ആൻഡ് ഇത് മനസ്സിലാക്കിയ സൈറ്റാമ പെട്ടെന്ന് തന്നെ ആകാശത്തോട്ട് പറക്കും. ആകാശത്തോട്ട് പറന്നിട്ട് ആ മൊത്തം എനർജിയും അവന്റെ മേത്തോട്ട് എടുക്കും. ആൻഡ് അത് എത്ര വലിയ അറ്റാക്ക് ആണെന്ന് നിങ്ങൾ ഈ പാനൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത് വരാൻ പോകുന്ന പാനൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഈ അറ്റാക്കിന്റെ സ്പീഡ് കാരണം തന്നെ അവിടെ നിന്ന ആൾക്കാർ ഇത് മര്യാദക്ക് കണ്ടുപോലും ഉണ്ടാവുന്നില്ല. അവരാലോചിക്കുന്നത് എന്ത് തേങ്ങയാണ് ഇവിടെ നടക്കുന്നതാണ് അവരാലോചിച്ചോണ്ടിരിക്കുന്നത്. ആൻഡ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ മുന്നിലേക്ക് തന്നെ പെട്ടെന്നൊരു വലിയ ലാൻഡിങ്ങോട് കൂടിയിട്ട് നമ്മുടെ ഗോറ അവിടെ ലാൻഡ് ചെയ്യും.
ആൻഡ് ഗോറോ ലാൻഡ് ചെയ്തതിനു ശേഷം ഇവർക്കെല്ലാം മനസ്സിലാവും ഈ പണ്ടായ എല്ലാ സ്ഫോടനത്തിനും കാരണം ഈ മോൺസ്റ്റർ ആണെന്ന്. എന്റെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ചില ആളുകൾക്കൊക്കെ മനസ്സിലായിണ്ടാവും ഇത് ഗോറോ ആണെന്ന്. പക്ഷെ അവർക്ക് തന്നെ വിശ്വാസം വന്നിട്ടുണ്ടാവുന്നില്ല ഇവൻ എന്തായിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോ അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്ന നമുക്ക് കാണിക്കും ഇവനിപ്പോ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൊത്തം മനുഷ്യരാശിക്ക് തന്നെ അത് ആപത്താണെന്ന്. എന്റെ നമ്മളിവിടുന്ന് ഓടിയാലും അതൊരു യൂസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്. എന്റെ ഇവരിങ്ങനെ കാലേക്കുന്നതുകൊണ്ട് തന്നെ ഗോറോയുടെ ഡ്രീം ഇവിടെ ഫുൾഫിൽ ആവുകയാണ്. സിംബൽ ഓഫ് ഫിയർ ആവുന്നത്, ആബ്സല്യൂട്ട് ഈവൾ ആവുന്നത്, ആര് കണ്ടാലും പേടിച്ച് നിലംപതിക്കുന്നത്. ആൻഡ് ഇങ്ങനെ അവന്റെ ഡ്രീം ഫുൾഫിൽ ആയതുകൊണ്ട് തന്നെ അവൻ ഒന്ന് ആകാശത്തോട് നോക്കിയിട്ട് താങ്ക് യു പറയും. അത് ആരെ നോക്കിയിട്ടാ പറയുന്നത് ഞാൻ പറയാം. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ബാങ്ങിനെയാണ്. ബാങ് അതായത് ഭയങ്കരമായിട്ട് ലാസ്റ്റ് മാച്ചിൽ ഭയങ്കരമായിട്ട് അടി കൊണ്ട് ചാവാറായിണ്ടാവും. ഇങ്ങനെ നിൽക്കുന്ന ബാങ് ഗാറോനെ കണ്ടിട്ട് ഭയങ്കര സർപ്രൈസ് ആയിണ്ടാവും. അതുകൊണ്ട് തന്നെ ചോദിക്കും നീ എന്തായിട്ടുള്ള നീ നോക്കുന്നു പറയും. ആൻഡ് ഇതിനുശേഷം ബാങ് പറയും നമ്മൾ രണ്ടാളും ലാസ്റ്റ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിണ്ടായിരുന്നു നിന്റെ ഫീലിങ്സ് എന്തായിരുന്നു, നിന്റെ എന്തിനാ നീ ഫൈറ്റ് ചെയ്ത് നീ മനസ്സിലായിണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നീ ആരെ നോക്കിയിട്ടാണ് ഈ താങ്ക് യു എല്ലാം പറയുന്നത് ബാങ്ക് ഗാറോട് വയ്ക്കും. നിന്റെ അടുത്ത് എന്താ ഇതിൽ മോൺസ്റ്റർ ആണോ ഇങ്ങനെ ചെയ്തെന്ന് വയ്ക്കും. എന്റെ ഇത് കേട്ടിട്ട് ഗോറോ ഒന്ന് സൈലന്റ് ആവും. എന്നിട്ട് പറയും നോട്ട് റിയലി, ഐ ഓൾവേസ് ഹാഡ് മൈ സെൻസസ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗോഡ് ബാങ്ങിന്റെ രൂപത്തിൽ വന്നിട്ട് പവേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗാറോക്ക്. ആൻഡ് ഗോറോയും കൈ കൊടുത്തിട്ട് തന്നെ ആ പവേഴ്സ് എല്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഗോറോക്ക് അറിയായിരുന്നു ബാങ് എന്തായാലും ഒരിക്കലും അങ്ങനെ പറയാൻ പോയില്ല എന്ന്. പക്ഷെ എന്നാലും ബാങ്ങിന്റെ രൂപത്തിൽ ഗോഡ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവൻ കൈ കൊടുക്കും. പക്ഷെ ഫുൾ പവർ ഒന്നും ഗോഡിന്റെ ഫുൾ പവർ ഒന്നും ഗാറോക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ സം പവേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ പവർ കിട്ടിയതിനു ശേഷമായിരിക്കും ഗാറോ ഗോഡിന്റെ മുഖം ശരിക്കുള്ള മുഖം അവിടെ കാണുന്നത്. അത് കണ്ടിട്ട് ഷോക്കും ആയിണ്ടാവും. പക്ഷെ അതിനുശേഷം ഒന്ന് ചിരിക്കും. എന്നിട്ട് പറയും നിനക്ക് എന്താ വിചാരിച്ചത്, നീ എന്താ വിചാരിച്ചത്, നീ ഓൾഡ് മാന്റെ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, എനിക്ക് അറിയാമായിരുന്നു നീ അയാളല്ലാന്ന്. ആൻഡ് ഇതിന് മറുപടിയായിട്ട് ഗോഡ് ഇങ്ങനെ മാഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഗോഡ് പറയും നീ എന്റെ അവതാറായിട്ട് മാറുമെന്ന് പറയും. ആൻഡ് ഈ കിട്ടിയ പവർ വെച്ചിട്ട് നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഓൾറെഡി അറിയാം. ആൻഡ് ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഗോഡ് അവിടെ നിന്ന് മാഞ്ഞു പോകും. ആൻഡ് ഇതിന് ശേഷമാണ് ഗോറോക്ക് പവേഴ്സ് വരുന്നത്. ഇത്രത്തോളം പവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ സ്വന്തം ബോഡിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്തോളം പവർ ആയിരിക്കും അത് ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. ആൻഡ് അവൻ ഓൾമോസ്റ്റ് അവന്റെ കോൺഷ്യസ്നെസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ലിറ്ററലി അവന്റെ ബോഡിയിൽ എനർജി ഓവർഫ്ലോ ആയിക്കൊണ്ടിരിക്കും. ബട്ട് ബാങ്ങിന്റെ അടുത്ത് വാട്ടർ സ്റ്റീം അടിച്ചുകൊണ്ട് തന്നെ ആ എനർജി എല്ലാം ആ ഒരു ഫ്ലോ പോലെ കൺട്രോൾ ചെയ്യാൻ അറിയും. അതുകൊണ്ട് തന്നെ അവൻ ആ ഓവർഫ്ലോയിങ് എനർജിയെ കൺട്രോൾ ചെയ്യും. ആൻഡ് ഗോറോ ആയിട്ട് തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടായിരിക്കും ഗോഡിന്റെ പപ്പറ്റ് അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ടത്. ആൻഡ് ഇതിനുശേഷം ഗാറോ ബാങ്ങിനോട് പറയും ഇനി ഞാൻ അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത് എല്ലാം എന്റെ ഇഷ്ടപ്രകാരം മാത്രമായിരിക്കും. ആരും തരുന്ന പ്രഷർ അല്ല, ആരും തരുന്ന ഓർഡേഴ്സ് അല്ല, ഞാൻ ചെയ്യുന്നതെല്ലാം എന്റെ ഇഷ്ടപ്രകാരം മാത്രമാണ്. ആൻഡ് ഇതെല്ലാം കേട്ടിട്ട് ബാങ്ങിനൊന്നും മനസ്സിലാവില്ല. ബാങ്ക് ചോദിക്കും നിനക്ക് എന്താ ചെയ്യേണ്ടത്, നീ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ആൻഡ് ഇതിന്റെ മറുപടിയായിട്ട് ഗാറോ മറ്റുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കും. അവര് പറയും ടൈം ടു കണ്ടക്ട് ഈവിൾ എന്ന് പറയും. ആൻഡ് എത്രത്തോളം ഗാറോ ആളുകളുടെ അടുത്തിട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു അത്രത്തോളം ആളുകളുടെ ജീവനും ആപത്തായിക്കൊണ്ടിരിക്കുന്നു. ഗോറോ പുറപ്പെടുവിക്കുന്ന എനർജി കൊണ്ട് തന്നെ ആളുകൾ അവിടെ തളർന്നു വീഴാൻ തുടങ്ങുന്നു. ഇതിനുശേഷം ഇങ്ങനെ ഒരു കണ്ടീഷനിലാണെങ്കിൽ പോലും ബാങ് അവിടെ ഗാറോ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കും. കാരണം ബാങ്ങിന് തോന്നുന്നുണ്ടാവുക ഇവൻ ഏതോ ഈവിൾ ഫോം ഇവനെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ആ ഈവിൾ ഫോം ആണ് ഇവനെ കൺട്രോൾ ചെയ്യുന്നതല്ലാന്ന് ആലോചിച്ചാണ് ബാങ് ഇവനായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഗാറോനെ എങ്ങനെയും രക്ഷിക്കണം എന്ന് ആലോചിക്കുന്നത്. ഇവർ രണ്ടാളും ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴായിരിക്കും അവിടെ ബ്ലാസ്റ്റിന്റെ എൻട്രി ഉണ്ടാവുക. അത് വന്ന പാടെ തന്നെ ബ്ലാസ്റ്റ് പറയുന്നത് ശരിയാണ്, ബാങ് പറയുന്നത് എല്ലാം ശരിയാണെന്ന്. അപ്പോ ഗാറോ ചോദിക്കും നീ ഏതാണെന്ന് ചോദിക്കും. അപ്പൊ ബ്ലാസ്റ്റ് പറയും ഐ ആം ബ്ലാസ്റ്റ്. എന്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം, ഇത്ര ഞാൻ പറയാം. ഇപ്പൊ നിന്നെ കൺട്രോൾ ചെയ്യുന്നത് ഗോഡാണ്. ആൻഡ് ഇത് കേട്ടിട്ട് ബാങ്ങും ഗോറോയും രണ്ടുപേരും ഷോക്ക്. എന്താ പറഞ്ഞേ, ഗോഡോ? ആൻഡ് ഇതിന്റെ മറുപടിയായിട്ട് ബ്ലാസ്റ്റ് പറയും നിനക്ക് മനസ്സിലാവുന്നില്ലേ, നിന്റെ അടുത്തുള്ള ഈ പവർ ഇല്ലേ അതൊരു ഡിവൈൻ പവർ ആണ്. ആൻഡ് അത് ഗോഡിന് മാത്രമേ നിനക്ക് തരാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഗോഡ് എന്തിനാണ് ചെയ്യുന്നത്, നിന്റെ ഗോളും ഗോഡിന്റെ ഗോളും ഏകദേശം ഒക്കെ സിമിലർ ആണ്. ആൻഡ് ഇതെല്ലാം കേട്ടിട്ട് ഗാറോ പറയും ഇവൻ എവിടുന്ന ഈ വായത്തലടിക്കാൻ ഇപ്പൊ കയറി വന്നേ, എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഇൻഫാക്ട് നീ പറഞ്ഞതെല്ലാം ശരി ആയിക്കോട്ടെ, അതുകൊണ്ട് തന്നെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടേ, ഞാനിപ്പോ എന്താ വേണ്ടേന്ന് ചോദിക്കും. ആൻഡ് ഇതിന്റെ മറുപടിയായിട്ട് ബ്ലാസ്റ്റ് പറയും ആദ്യം നീ ചെയ്യേണ്ടത് ഈ ഡൈമെൻഷൻ വിട്ട് പുറത്തോട്ട് പോകണം എന്ന് പറയും. കാരണം നീ ഒന്ന് നോക്ക്, നീ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യന്മാർ അവിടെ വീണ് പോവാണ്. നിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ എനർജി മനുഷ്യന്മാർക്ക് അതായത് താങ്ങാൻ പറ്റത്തില്ല, നീ എടുത്തുണ്ടെങ്കിൽ തന്നെ അവർക്കത് ആപത്താണെന്ന് പറയും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ബ്ലാസ്റ്റ് ചിന്തിക്കുന്നതാണ്. ബ്ലാസ്റ്റ് എന്താ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റിന് മനസ്സിലാണ്ടാവും ഗാറോ എന്തായാലും ഗോഡിന്റെ ഫുൾ പവർ എടുത്തിട്ടില്ല എന്ന്. കാരണം അവിടെ എവിടെയൊക്കെയോ ഗോറോ തന്നെയാണ് ഇപ്പൊ ഫുള്ള് പവർ അവനെ എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ഗോഡ് അവനെ കൺട്രോൾ ചെയ്തില്ല എന്നുള്ള കാര്യം ബ്ലാസ്റ്റിന് മനസ്സിലുണ്ടാവും. പിന്നെ ചിന്തിക്കുന്നത് നമ്മളെല്ലാരും ചിന്തിക്കുന്ന കാര്യമാണ്, അത് ഇൻ കേസ് ഫുൾ പവർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാറോ ഏത് ലെവലിലായിരിക്കുന്നതാണ്. അതിന് പിന്നെ ആലോചിക്കുന്നത് ഗാറോ ഇപ്പൊ എന്തായാലും അവൻ വിളിക്കുന്ന ഡയമെൻഷനിലോട്ട് അവൻ വരുന്നതാണ് ബ്ലാസ്റ്റ് ആലോചിക്കുന്നത്. ഗാറോ അങ്ങനെ വരുന്നതാണ്. ഇനി അവൻ വന്നില്ലെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റും ഗാറോയും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാവും. ആൻഡ് ഇതെല്ലാം കേട്ടിട്ട് ഗാറോ ചിരിച്ചുകൊണ്ട് പറയും ഡിവൈൻ പവർ ഇതത്ര മോശമൊന്നുമല്ല, കാരണം ഈ പവർ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് ജീവൻ ആപത്താണെന്നുണ്ടെങ്കിൽ അത് തന്നെ എനിക്ക് വേണ്ടത്. കാരണം എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സിംബൽ ഓഫ് ഫിയർ ആവുന്നതും ആബ്സല്യൂട്ട് ഈവിൾ ആവുന്നതും. ആൻഡ് ഇത് കേട്ടിട്ട് ബ്ലാസ്റ്റ് പിന്നെ ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുന്നു. ആൻഡ് ഇതിനുശേഷം ഗാറോ കണ്ടിന്യൂ ചെയ്തിട്ട് പറയുന്നത് ഇനി കാണാം ഹ്യൂമൻ റൈസ് എങ്ങനെയാണ് ചേഞ്ച് ആവുന്നതെന്ന്. ഒരു കോൺസ്റ്റന്റ് ഫിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് എനിക്ക് കാണണം. ആൻഡ് ഇതെല്ലാം കേട്ടിട്ട് അവിടെ ബാങ്ങും ബ്ലാസ്റ്റും മാത്രമേ ഉള്ളൂ. അതിന് ബാങ്ക് കേട്ടിട്ട് പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഓപ്പോസ് ചെയ്യും, ഞാൻ നിന്നെ തടുക്കുന്നു പറയും. ഓൾമോസ്റ്റ് ബാങ്ക് ചാവാറയിക്കാണ്.
ഗാറോന്റെ ആ റേഡിയേഷൻ കൊണ്ട് തന്നെ. പക്ഷെ ബ്ലാസ്റ്റിന് മനസ്സിലായി ഇവൻ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ആൻഡ് ഇതിനു ശേഷം നമുക്ക് കാണിക്കുന്നത് ഗാറോന്റെ ഇൻസൈഡിൽ നിന്ന് തന്നെ അവനോട് ആരോ സംസാരിക്കുന്നതാണ്. എന്താ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നീ ആര് കേൾക്കുന്നതും നിനക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നീ ആര് കേൾക്കുന്നതും അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട, നീ ജസ്റ്റ് ആ ഓൾഡ് മാനെ കൊന്നു കളഞ്ഞേക്കെന്ന് പറയും. പക്ഷെ അപ്പോഴായിരിക്കും അവിടെ 2 കൈയും 2 കാലില്ലാത്ത ജനോസിന്റെ അണ്ടർ അങ്ങോട്ട് ഉണ്ടാവുക. ജനോസ് ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ട് നേരെ ഗാറോന്റെ മുകളിൽ അറ്റാക്ക് ചെയ്യും. ആൻഡ് ഈ അറ്റാക്ക് കൊണ്ട് തന്നെ ഗോറോക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ ജനോസിന് ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും, ഗോറോ ഇപ്പൊ എത്രത്തോളം പവർഫുൾ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്ന ഐഡിയ ജനോസിന് വന്നിട്ടുണ്ടാവും. ആൻഡ് ജനോസ് വന്ന് അറ്റാക്ക് ചെയ്തതിനു ശേഷം ജനോസിന്റെ മുട്ടി പിടിച്ചിട്ട് ഗാറോ അങ്ങനെ പൊക്കി അങ്ങോട്ട് പിടിക്കും ജനോസിനെ. എന്നിട്ട് പറയും, ഹ്യൂമൻ സൈബോർഗ്, എന്താ മോനെ ഹീറോവാൻ നോക്കാണോ? ആൻഡ് നിന്നെ പോലുള്ള ഒരു എസ് ക്ലാസ് ഹീറോ എങ്ങനെയാണ് ആ മൊട്ടയുടെ സ്റ്റുഡന്റ് ആയേ? ആൻഡ് ഇങ്ങനെ ഗോറോ സംസാരിച്ചിരിക്കുമ്പോഴായിരിക്കും ജനോസിനെ, അതായത് പിടിച്ചോണ്ടിരിക്കുന്നത് കാണുന്ന ബ്ലാസ്റ്റ് അവനെ രക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് ബ്ലാസ്റ്റ് അവിടെ ഒരു അറ്റാക്ക് ചെയ്യും. ബ്ലാസ്റ്റ് ഒരു ന്യൂക്ലിയർ ഡയമെൻഷൻ ക്യാനൺ ഉണ്ടാക്കിയിട്ട് അവിടെ അറ്റാക്ക് ചെയ്യും. അത് ഗോറോ ഈസി ആയിട്ട് അത് ഡോട്ട് ചെയ്യും. പക്ഷെ ഈ അറ്റാക്ക് ഒരു ഡിസ്ട്രാക്ഷൻ ആയിരുന്നു. നേരെ തന്നെ വേറൊരു പോർട്ടൽ ഉണ്ടാക്കും ബ്ലാസ്റ്റ് അപ്പുറത്ത്. ആൻഡ് എങ്ങോട്ടാണോ ഗോറോ ഡോട്ട് ചെയ്ത് അവിടുന്ന് നേരെ ബ്ലാസ്റ്റിന്റെ അടുത്തോട്ട് വീഴും. ആൻഡ് ബ്ലാസ്റ്റിന്റെ അടുത്ത് വന്നുകൊണ്ട് തന്നെ നേരെ ഗ്രാവിറ്റി നക്കിൾ എന്നുള്ള അറ്റാക്ക് നേരെ ബ്ലാസ്റ്റ് ഗാറോന്റെ മേത്ത് ചെയ്യും. ആൻഡ് ഈ അറ്റാക്കിന് ശേഷം പുതിയ വേറൊരു പോർട്ടൽ ഉണ്ടാക്കും. ആ പോർട്ടലിന്റെ ഉള്ളിൽ കൂടെ ഗാറോനെ അയക്കും. ആൻഡ് ഇങ്ങനെ ഓരോ പുതിയ പോർട്ടൽസ് ഉണ്ടാക്കിയിട്ടും ഗ്രാവിറ്റി നക്കിൾ അറ്റാക്ക് ചെയ്തിട്ടും ഗാറോന്റെ മേത്ത് ബ്ലാസ്റ്റ് കൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതിനിടക്ക് ബ്ലാസ്റ്റ് 2 പോർട്ടൽസ് കൂട്ടി യോജിപ്പിക്കും. ആൻഡ് കൂട്ടി യോജിപ്പിച്ചിട്ട് വേറൊരു ഡയമെൻഷനിൽ ഗാറോനെ അടക്കും. ബട്ട് സർപ്രൈസിംഗ്ലി ഗാറോ അതേ ടെക്നിക്ക് കോപ്പി ചെയ്യും. ബ്ലാസ്റ്റ് എങ്ങനെയാണോ ഡയമെൻഷൻസ് പോർട്ടൽ വഴി ഉണ്ടാക്കിയത് അതുപോലെ തന്നെ എർത്തിലോട്ട് വീണ്ടും ഗാറോ വരും. ആൻഡ് ഗാറോയും പോർട്ടൽസ് ഉണ്ടാക്കുന്ന കണ്ട ബ്ലാസ്റ്റ് ലിറ്ററലി ഷോക്കായി നിന്ന് പോകും. നോട്ട് ജസ്റ്റ് പോർട്ടൽസ് ഉണ്ടാക്കുന്ന കഴിവ് മാത്രമല്ല, അത് മാത്രമല്ല കോപ്പി ചെയ്തിരിക്കുന്നത്, ഗ്രാവിറ്റി നക്കിൾ അറ്റാക്കും കോപ്പി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു കയ്യിൽ ന്യൂക്ലിയർ ഫിഷനും ഒരു കയ്യിൽ ഗ്രാവിറ്റി നക്കിളും വെച്ചിട്ട് ബ്ലാസ്റ്റിനെ ഗാറോ അറ്റാക്ക് ചെയ്യും. ആൻഡ് ഈ അറ്റാക്കിൽ നിന്ന് ബ്ലാസ്റ്റ് രക്ഷപ്പെടുന്നത് തലനാരിഴക്കായിരിക്കും. ബ്ലാസ്റ്റിന്റെ ഓരോ പോർട്ടൽസും ഉപയോഗിച്ചിട്ട് തന്നെ അവിടുന്ന് അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കും. അതായത് ഓരോ അറ്റാക്സും ഡോട്ട് ചെയ്തുകൊണ്ടിരിക്കും തലനാരിഴക്ക്. പക്ഷെ ബ്ലാസ്റ്റിന് മനസ്സിലാവുന്നുണ്ടാവും, കാരണം ഇവ ഇത്ര എനർജി വെളിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഭൂമി ഇപ്പൊ തവിട് പൊടിയാവുന്നുള്ള കാര്യം ബ്ലാസ്റ്റ് ഇങ്ങനെ മൈൻഡിൽ ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം അത്രയും എനർജി ആയിരിക്കും ഗാറോ ഇപ്പൊ ഇവിടെ പുറത്ത് വെളിപ്പെടുത്തുന്നത്. ആൻഡ് ഇങ്ങനെ ബ്ലാസ്റ്റ് അവന്റെ, അതായത് ഗാറോയുടെ അറ്റാക്സ് ഡോഡ്ജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗാറോ ഒന്ന് ഇംപ്രസ് ആവും ബ്ലാസ്റ്റിന്റെ അടുത്ത്. ആൻഡ് ഗാറോ ഒന്ന് ഇംപ്രസ് ആയതിനു ശേഷം ബ്ലാസ്റ്റിന്റെ അടുത്ത് പറയും, ഐ സീ, എനിക്ക് ഇപ്പൊ മനസ്സിലായി നീ എന്തുകൊണ്ടാണ് എസ് ക്ലാസ് റാങ്ക് ഫസ്റ്റ് എന്ന്. നീ വെറുതെ ഒന്നും അങ്ങനെ എസ് ക്ലാസ് റാങ്ക് ഫസ്റ്റ് ആയതല്ല. പക്ഷെ നീ എസ് ക്ലാസ് റാങ്ക് ഫസ്റ്റ് ആണെങ്കിൽ പോലും എനിക്ക് നിന്നെ വലിയായിട്ട് കാര്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും വലിയ ആള് ഗാറോക്ക് ഒന്നും അല്ലെന്നാണ് ഗാറോ പറയുന്നത്. ഇതിനുശേഷം ഗാറോ പറയും, എനിക്ക് വേണ്ടത് നിന്നെ അല്ല, എനിക്ക് വേണ്ടത് ആ മൊട്ടയാണ്. ആ മൊട്ട ഇപ്പോഴും അവന്റെ 100% പവർ യൂസ് ചെയ്യുന്നില്ല. ആൻഡ് ഞാൻ അവന്റെ 100% പവർ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ ആയിരിക്കും ഉറപ്പായിട്ട് ജയിക്കാന്ന് ജനോസിന്റെ തല പിടിച്ചുകൊണ്ട് ഗോറോ പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ഇനി അവന്റെ 100% പവർ പുറത്തെടുപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അവന്റെ ക്ലോസ് ആയിട്ടുള്ള ആരെയും കൊല്ലുക. അങ്ങനെ പറഞ്ഞിട്ട് ജനോസിന്റെ ഹാർട്ടിലൂടെ ഒരു പഞ്ച് അങ്ങോട്ട് ചെയ്യും. പഞ്ച് ചെയ്തിട്ട് അവന്റെ കോറ് പുറത്തെടുക്കും. ആൻഡ് മരിക്കുമ്പോഴും ജനോസ് മാസ്റ്റർ എന്നായിരിക്കും വിളിച്ചോണ്ടിരിക്കുക സൈതാമയെ. ആൻഡ് ഇതിന് ശേഷമാണ് മൊത്തം അനിമയിലും മാങ്കയിലും നമുക്ക് വൺ ഓഫ് ദ ബാഡാസ് ആയിട്ടുള്ള സീൻ കാണിക്കുന്നത്. കോസ്മിക് ഗോറോന്റെ മുന്നിൽ സൈതാമാന്റെ എൻട്രി ആണ്. ആൻഡ് സൈതാമ ഇപ്രാവശ്യം ഭയങ്കര സീരിയസ് ആയിട്ട് നോക്കി നിൽക്കുകയാണ്. ആൻഡ് സൈതാമയെ കണ്ടതിന് ശേഷം ഗോറോ സൈതാമോട് നീ ഇത്രയും ലേറ്റ് ആയി പോയല്ലോടാന്ന് ചോദിക്കും. ആൻഡ് ഇങ്ങനെ പറഞ്ഞിട്ട് സൈതാമയുടെ മുഖത്തോട്ട് ജനോസിന്റെ കോർ അങ്ങോട്ട് എറിഞ്ഞു കളയും. ആൻഡ് ഈ സിറ്റുവേഷൻ കണ്ടിട്ട് ബ്ലാസ്റ്റിന് മനസ്സിലായിണ്ടാവും ഇപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റ് പറയും സൈതാമയോട് ദൂരെ പോകാൻ പറയും. ആൻഡ് ഇതിനുശേഷം നമുക്ക് ബാങ്ങിനെയും കാണിക്കുന്നുണ്ട്. ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് മരിച്ച നിലയിലായിരിക്കും. ബട്ട് സൈതാമ ഇതൊന്നും ആയിരിക്കില്ല നോക്കുന്നത്. സൈതാമ നോക്കുന്നത് ജനോസിനെ ആയിരിക്കും. ജനോസിനെ അടുത്ത് പൊക്കാൻ നോക്കും. പക്ഷെ ജനോസ് 2-3 കഷ്ണമായിട്ട് അവിടെ വീഴും. ആൻഡ് ഇവിടെ സൈതാമക്ക് ജനോസ് ആയിട്ടുള്ള പഴയ ഓർമ്മകൾ ഇങ്ങനെ ട്രിഗർ ആയിക്കൊണ്ടിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൈൻഡ് ഓഫ് ഫസ്റ്റ് മിഷനിലായിരിക്കും ജനോസ് സൈതാമയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, മാസ്റ്റർ നിങ്ങൾ അമേസിംഗ് ആണ്, നിങ്ങൾ എപ്പോഴും സമയത്ത് വരും എന്ന് പറയും. ആൻഡ് ഇത് കേട്ട് സൈതാമ പറയും, ഞാൻ ഇടയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ലേറ്റ് ആവാറുണ്ടെന്ന് പറയും. ആൻഡ് ഇങ്ങനെ ജനോസ് ആയിട്ടുള്ള പഴയ ഓർമ്മകളെല്ലാം ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ സൈതാമ ബാക്കിയുള്ള ബോഡീസും കാണും. അങ്ങനെ കണ്ടതിന് ശേഷം ആലോചിക്കും, ശരിക്കും ഒരു ഹീറോ ആവാനുള്ള തകുതി സൈതാമക്ക് ഉണ്ടോന്ന് സൈതാമ എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം അവിടെ അത്രയും പേരായിരിക്കും ഇവന്റെ റേഡിയേഷൻ കാരണം അത്രയും പേരായിരിക്കും ചാവാറായുള്ള നിലയിൽ. ആൻഡ് ഇതിനുശേഷം സൈതാമ വിചാരിക്കും, അല്ല ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല. ആൻഡ് ഇതിനുശേഷം സീരിയസ് ആയിട്ട് സൈതാമ അവന്റെ മൊത്തം പൊട്ടൻഷ്യൽ എടുത്തൊരു സീരിയസ് പഞ്ച് ഗാറോന്റെ മേത്ത് ചെയ്യും. ആൻഡ് ഗോറോ ഇവിടെ സൈതാമ മോഡ് യൂസ് ചെയ്തിട്ട് നേരെ ആ സെയിം പഞ്ച് അങ്ങോട്ടും ചെയ്യും. ആൻഡ് ഇവർ രണ്ടുപേരും ഇങ്ങനെ പഞ്ച് എടുക്കാൻ നോക്കുമ്പോൾ ബ്ലാസ്റ്റിന് മനസ്സിലാവും ഇവരിപ്പോ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എർത്ത് ഇവരുടെ രണ്ടുപേരുടെ എനർജിയിൽ ഷാറ്റർ ആവും എന്നുള്ള കാര്യം ബ്ലാസ്റ്റിന് മനസ്സിലാവും. ആൻഡ് ഒന്നും ചിന്തിക്കാതെ തന്നെ ബ്ലാസ്റ്റ് പെട്ടെന്ന് തന്നെ അവിടെ ഒരു പോർട്ടൽ ഉണ്ടാക്കും. ആൻഡ് രണ്ടുപേരെ ആ പോർട്ടലിന്റെ ഉള്ളിലോട്ട് അയക്കും. ആൻഡ് ഇവരെ അയക്കുന്ന രണ്ടുപേരെയും സ്പേസിലോട്ടായിരിക്കും. ആൻഡ് സ്പേസിൽ എത്തിയതിനു ശേഷം ഇവരുടെ രണ്ടുപേരുടെയും പഞ്ച് കൊളാപ്സ് ആയത്
കാരണം തന്നെ അതിലുണ്ടാവുന്ന എനർജി മൊത്തം എർത്തിലോട്ട് തന്നെ വരാൻ തുടങ്ങും, സ്പേസിൽ നിന്ന് എർത്തിലോട്ട് വരാൻ തുടങ്ങും. ആൻഡ് ഈ എക്സ്പ്ലോഷൻ താഴെ നിന്ന് ബ്ലാസ്റ്റ് നിർത്താൻ വേണ്ടി നോക്കും. ബട്ട് ഇവൻ ബ്ലാസ്റ്റിന്റെ ശക്തിക്കും ബ്ലാസ്റ്റിന്റെ പവേഴ്സിനും ഒന്നും ഈ എനർജി അതായത് തടുക്ക് നിർത്താൻ പറ്റില്ല. പക്ഷെ ഒരു ഹെൽപ്പിനായിട്ട് അപ്പൊ തന്നെ അവിടെ ബ്ലാസ്റ്റിന്റെ കോംറേഡ്സ് വരും ആൻഡ് ആ മൊത്തം എനർജിയെ എർത്തിൽ തട്ടാണ്ട് തന്നെ അവിടുന്ന് മാറ്റിക്കളയും. ആൻഡ് ഈ മാറ്റിക്കളയുന്ന എനർജി നേരെ സ്പേസിലോട്ട് പോയിട്ടായിരിക്കും കൊളാപ്സ് ആയി ഉണ്ടാവുക. ആൻഡ് ഇങ്ങനെ കൊളാപ്സ് ആയതിനു ശേഷം മൊത്തം സ്പേസിൽ തന്നെ ഒരു പുതിയ ബ്ലാക്ക് ഹോൾ, അതായത് ഒരു പുതിയ ബ്ലാക്ക് ഹോൾ തന്നെ അവിടെ ഉണ്ടാവും. ആൻഡ് ഇങ്ങനെ ഇങ്ങനെ ഒരു അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ സ്പേസിൽ നിന്ന് സൈതാമയും ഗോറും വേറെ ഏതോ ഒരു പ്ലാനറ്റിൽ പോയി വീഴും. ആൻഡ് പ്ലാനറ്റ് ഏതാണെന്ന് വെച്ച് നോക്കുമ്പോഴായിരിക്കും അവിടെ ജൂപ്പിറ്ററിന്റെ മൂണായിരിക്കും ആ പ്ലാനറ്റ്. ആൻഡ് ഇങ്ങനെ വേറൊരു പ്ലാനറ്റിൽ എത്തിയതിനു ശേഷം തന്നെ സൈതാമ ആലോചിക്കുന്നുണ്ട് ഇതിപ്പോ എവിടെ എത്തിയെന്ന് ആലോചിക്കും. പക്ഷെ ഗാറോ ആലോചിക്കുന്നത് നമ്മൾ ഈ അറ്റാക്കിൽ ജൂപ്പിറ്ററിന്റെ അടുത്ത് എത്തിയെന്നായിരിക്കും. ബട്ട് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈതാമ ഇവിടെ ഡേജാവ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഡേജാവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നേ അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ അതായത് നമ്മൾക്ക് ഇത് എവിടെ നടന്ന പോലെ തോന്നില്ലേ, അതാണ് ഡേജാവ്. കറക്റ്റ് ഓർമ്മ ഉണ്ടായിരിക്കില്ല അത് എങ്ങനെ നടന്നെന്ന്, പക്ഷെ നിനക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും ഇങ്ങനെ എപ്പോഴോ മുന്നേ നടന്നിട്ടുണ്ടല്ലോ എന്ന് അങ്ങനെ തോന്നും, അതാണ് ഡേജാവ്. ആൻഡ് ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈതാമ മുന്നേ ഒരു വട്ടം മൂണിലോട്ട് പോയി വീണ്ടുണ്ടാവും ഇതുപോലെ തന്നെ ഫൈറ്റിന്റെ ഇടയിൽ. അത് എർത്തിന്റെ മൂണായിരുന്നു, ഇത് ജൂപ്പിറ്ററിന്റെ മൂണ്, അത്രേ ഡിഫറൻസ് ഉള്ളൂ. ആൻഡ് ഇവിടെ സൈതാമ അവന്റെ സറൗണ്ടിങ്സ് നോക്കിയിട്ട് ഒന്ന് റിലാക്സ് ആവും. കാരണം ഇവിടെ ഫുള്ളായിട്ട് പുറത്തെടുക്കാൻ കാരണം സറൗണ്ടിങ്സിലൊന്നും ആരുമില്ല. കാരണം ആദ്യമായിട്ടായിരിക്കും സൈതാമക്ക് അവന്റെ എതിരെ നിൽക്കുന്ന ഒരു ഒപ്പോണന്റിനെ കിട്ടുന്നുണ്ടാവുക. ആൻഡ് സൈതാമയുടെ ഈ സംസാരം എല്ലാം കേട്ടിട്ട് ഗാറോ ആലോചിക്കുന്നത് ഇവൻ എന്ത് മനുഷ്യനാ, ഇവൻ മനുഷ്യൻ തന്നെ ആണോ, കംപ്ലീറ്റ്ലി അൺഫേസ്ഡ് ആണ് ഇവൻ. ഇതിനുശേഷം സൈതാമ ആലോചിക്കുന്നത് സൈതാമക്ക് ഇപ്പൊ കിട്ടി, ഇത്ര നാളെ അവൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന സാധനം, അതായത് സ്ട്രോങ് ഒപ്പോണന്റിനെ അവന് കിട്ടി. പക്ഷേ സൈതാമയുടെ ഒട്ടും എക്സൈറ്റഡ് അല്ല. ആൻഡ് ജനോസിന്റെ കോറാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ജനോസ് വീണ്ടും വരാൻ വേണ്ടിയിട്ട്. ആൻഡ് സൈതാമ അവിടെ എൻഷോർ ചെയ്യും ആ കോറിന് ഞാൻ ഒന്നും പറ്റാൻ സമ്മതിക്കില്ല എന്ന്. ആൻഡ് ജനോസിന്റെ കോർ അങ്ങനെ ടൈറ്റ്ലി പിടിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് സൈതാമയെ കാണിക്കും. ഇപ്പൊ നമുക്ക് മനസ്സിലാവും സൈതാമ എത്ര ലോൺലി ആയിട്ടാണ് നിൽക്കുന്നതെന്ന്. ഇതിനുശേഷം നമുക്ക് ഗാറോനെ കാണിക്കും. ഗാറോ പറയുന്നത് മൊട്ടെ എനിക്ക് അറിയത്തില്ല, നമ്മളിപ്പോ എവിടെയോ വന്നിട്ടുണ്ട്, ഏതോ ജൂപ്പിറ്ററിന്റെ മുകളിൽ വന്നിട്ടുണ്ടെന്ന് പറയും. നമുക്കൊരു വഴി കണ്ടുപിടിക്കേണ്ടി വരും ഭൂമിയിലോട്ട് പോകാം. അപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ സൈതാമ പറയും ഷട്ടപ്പ് എന്ന് പറയും ഗാറോയോട്. ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഗാറോയുടെ അടുത്ത് സൈതാമ പറയും നിന്നെ കൊന്നതിന് ശേഷം ഇവിടുന്ന് പോകാനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറയും. എന്റെ സൈതാമ ഭയങ്കര കോൺഫിഡൻസിൽ ഗാറോയെ വിളിക്കും. ഗാറോ വിളിച്ചിട്ട് പറയും ബ്രിങ് ഇറ്റ് ഓൺ, എനിക്ക് ഒറ്റ കൈ മതി നിന്നെ കൊല്ലാന്ന്. എന്റെ ഗാറോ ഒബ്വിയസ്ലി ഇതൊന്നും സീരിയസ് ആയി എടുക്കാണ്ട് ഓഹോ അങ്ങനെയാണോ എന്ന് ചോദിക്കും. ആൻഡ് ഇതിനുശേഷം ഗാറോ ബ്ലാസ്റ്റിന്റെ പോലെ സൈതാമയുടെ താഴെ ഒരു പോർട്ടൽ ഓപ്പൺ ആക്കും. ബട്ട് സർപ്രൈസിങ് ഫോർ ഗോറോ ഇവിടെ എന്താണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈതാമ ആ പോർട്ടലിനെ ജസ്റ്റ് ഒരു പന്തിനെ അടിക്കുന്ന പോലെ കിക്ക് ചെയ്ത് കളയും. ആൻഡ് ഇങ്ങനെ ഒരു പോർട്ടലിനെ അടിച്ചു കണ്ടതിന് ശേഷം ഗോറോ ലിറ്ററലി ഷോക്കായി നിന്നു പോകും. ഗോറോക്ക് ലോകത്തുള്ള എല്ലാ ഫോഴ്സിനെ പറ്റിയിട്ടും എനർജിനെ പറ്റിയിട്ടും അറിയാം, പക്ഷെ അവന് മനസ്സിലാവുന്നുണ്ടാവില്ല ഇതിപ്പോ എങ്ങനെയാ ചെയ്തതെന്ന്, ഒരു പോർട്ടലിനെ എങ്ങനെയാ കിക്ക് ചെയ്തതെന്ന്. ഇതിനുശേഷം പെട്ടെന്ന് തന്നെ സൈതാമ വന്നിട്ട് ഗോറോന്റെ മേലെ ഒരു പഞ്ച് ചെയ്യും. ആൻഡ് ഐ ഡോണ്ട് നോ ഇതിപ്പോ ഏത് പഞ്ചാണെന്ന്, പക്ഷെ തോന്നുന്നത് സീരിയസ് പഞ്ച് തന്നെയാണ്. ആൻഡ് ഈ പഞ്ചിൽ തന്നെ ഗോറോ ഒരുപാട് ദൂരം പോകും, ജൂപ്പിറ്റർ മൂന്ന് ഒരുപാട് ദൂരം പോകും. ബട്ട് അവന്റെ അടുത്ത് പോർട്ടൽസ് ഉണ്ടായതുകൊണ്ട് തന്നെ ദൂരം പോയിക്കൊണ്ടിരുന്നതിന്റെ ബാക്കിൽ തന്നെ നേരെ തിരിച്ചു വന്നിട്ട് സൈതാമയുടെ പിന്നെ വന്നിട്ട് സ്നീക്ക് അറ്റാക്ക് ചെയ്യാൻ നോക്കും. ബട്ട് സൈതാമ ആ പോർട്ടൽ പിടിച്ചുകൊണ്ട് തന്നെ ഗാറോന്റെ മേത്ത് അറ്റാക്ക് ചെയ്യും. പോർട്ടൽ കൈകൊണ്ട് പിടിച്ച് ഡയറക്ഷൻ മാറ്റി വിട്ടിട്ട് അറ്റാക്ക് ചെയ്യും. ആൻഡ് ഇതിനുശേഷം സൈതാമ പറയും ഗാറോ അടുത്ത് ഈ ചെറിയ ചെറിയ ട്രിക്സ് എല്ലാം വിട്, ഇതെല്ലാം വിട്ടിട്ട് ഫിസ്റ്റ് ടു ഫിസ്റ്റ് എന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാമെന്ന് പറയും ഗാറോയുടെ അടുത്ത്. ട്രിക്സോ നീ ഇത് ട്രിക്സ് ആണെന്നാണോ നീ വിചാരിക്കുന്നതെന്ന് പറയും ഗാറോ. കാരണം ഞാൻ ഇപ്പൊ ഈ ചെയ്യുന്ന അറ്റാക്സ് ഇല്ലേ അതെല്ലാം കൗണ്ട്ലെസ് ആണ്, അതെല്ലാം ഞാൻ പഠിച്ചെടുത്ത എന്റെ ഫിസ്റ്റ് ആണ്, ഞാൻ ഇപ്പൊ ചെയ്യുന്ന അറ്റാക്ക് ആണ് എന്റെ ഫിസ്റ്റ് എന്ന് പറയും. ആൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് പോർട്ടൽസ് ഓപ്പൺ ആക്കും. ഒരുപാട് പോർട്ടൽസിലൂടെ തന്നെ ഭയങ്കര സ്പീഡിൽ ഗാറോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് സൈതാമയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇവിടെ സൈതാമ ഈ അറ്റാക്സിൽ നിന്ന് മാറി ഡോഡ്ജ് ചെയ്യാൻ നോക്കത്തില്ല. കാരണം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്പീഡ് യൂസ് ചെയ്തിട്ട് അത് ഡോഡ്ജ് ചെയ്യാന്നുള്ളൂ. പക്ഷെ പകരം സൈതാമ തിരിച്ചു പഞ്ച് ചെയ്യും. ആൻഡ് ഈ പഞ്ച് ഗോറോ ഈസി ആയിട്ട് ഡിഫ്ലക്ട് ചെയ്ത് കളയും. ആൻഡ് ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്തതിനു ശേഷം ഗോറോ ഒരുപാട് പുതിയ ടെക്നിക്സ് എടുത്തിട്ട് അറ്റാക്ക് ചെയ്യും. ആൻഡ് വാട്ടർ സ്റ്റീം എടുക്കും, എക്സ്പ്ലോഡിങ് ഹേർട്ട് റിലീസ് എടുക്കും, വേൾഡ് വിൻഡ് എടുക്കും, അതുപോലെ തന്നെ ഗ്രാവിറ്റി നക്കിൾ എടുക്കും, അങ്ങനെ ഒരുപാട് അറ്റാക്സ് എടുക്കും. ആൻഡ് ഇങ്ങനെ ഗാറോ ഒന്നിന് പുറമായിട്ട് ഒന്നായിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവും മൂണില്, അതായത് ജൂപ്പിറ്ററിന്റെ മൂണില്. ആൻഡ് ഇങ്ങനെ ഒന്നിന് പുറമായി ഒന്നായിട്ട് അറ്റാക്ക് ചെയ്തതിനു ശേഷം ഗാറോ സൈതാമ അടുത്ത് പറയും ഞാൻ ഇനിയും ഇതുപോലെ ഒരുപാട് അറ്റാക്ക് നിന്റെ മധ്യ ചെയ്യും, അതുകൊണ്ട് തന്നെ നിന്റെ ഈ ടൈമിംഗ് ഉണ്ടല്ലോ ആ ടൈമിംഗ് എല്ലാം ഇറവലന്റ് ആയിട്ട് പോകും, അതുകൊണ്ട് തന്നെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നെല്ലാം ഗാറോ ഇങ്ങനെ സൈതാമ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടുന്നാണ് സൈതാമയുടെ പവേഴ്സ് കാണുന്നത്. ആൻഡ് സൈതാമ അവിടെ നിന്ന് പറയും ഈവൻ ഐ കാൻ ഡു സംതിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം സൈതാമയുടെ ഒരു രൂപമുണ്ട് മോനെ, അതിനാണ് മാങ്കയിലും അനിമയിലും എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അത്രയും കാലം. കില്ലർ മൂവ് സീരീസിലെ ഒരു പഞ്ച് അങ്ങോട്ട് എടുക്കും. ആൻഡ് ഈ പഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന പാറകളും കല്ലുകളും എല്ലാം സുനാമി പോലെ മാറ്റും. ആൻഡ് ഇങ്ങനെ ജൂപ്പിറ്റർ മൂണിൽ പഞ്ച് ചെയ്തിട്ട് ഇത്രയും വലിയൊരു സുനാമി ഉണ്ടാക്കിയാണ്ട് ഗാറോ ലിറ്ററലി ഞെട്ടിപ്പോയി നിൽക്കും. കാരണം ഇപ്പൊ അടിച്ച ഈ പഞ്ചില്ലേ നിലത്ത്, അത് ജസ്റ്റ് അവിടെ മാത്രമല്ല
സൈത്തമ ജൂപ്പിറ്റർ മൂണിനെ തന്നെ ഒരു സുനാമി പോലെ അവിടുത്തെ പാറകളും കല്ലുകളും പൊട്ടിയുണ്ടാവും. ആൻഡ് ഇതിന്റെ ഇടയിൽ പൊന്തിപ്പോയ ഗാറോക്ക് മനസ്സിലായി ഉണ്ടാവില്ല ഏതാണ് നിലം ഏതാണ് ആകാശം. അങ്ങനെ ആകാശത്ത് ഉരുണ്ട് കളിച്ചോണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇതിനുശേഷം സൈത്തമ വീണ്ടും ഒരു സീരിയസ് അറ്റാക്ക് ചെയ്യും. ആൻഡ് ഈ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ പാറകളിലും ടൈമിനെ ഡിഫ്ലക്ട് ചെയ്തുകൊണ്ട് സ്പീഡിൽ ഓടും. അങ്ങനെ സൈത്താമയുടെ തന്നെ ഒരുപാട് ക്ലോൺസ് അവിടെ വന്നിട്ട് ഒരു പഞ്ച് എടുക്കും. ഒരു സൈത്താമ സീരിയസ് പഞ്ച് അടിച്ചാലേ പോതും. ഇതിപ്പോ എത്ര ആളാ നോക്കി അവരെല്ലാരും കൂടി അടിക്കും. ആൻഡ് ഇങ്ങനെ വരുന്നതാണ്ട് ഗോറ അവിടെ തന്നെ പോർട്ടൽ ഉണ്ടാക്കിയിട്ട് അവിടെ രക്ഷപ്പെടാൻ നോക്കും. അങ്ങനെ അവർ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും സൈത്താമ വിടില്ല. സൈത്താമ അവൻ ഏത് പോർട്ടലിൽ നിന്നാണോ പോകുന്നത് അതേ പോർട്ടലിൽ കൂടെ സൈത്താമ അവന്റെ പിന്നാലെ പോവും. ആൻഡ് സൈത്താമ പിന്നാലെ വരുന്നതുകൊണ്ട് ഗാറോ പേടിച്ചിട്ട് വയർത്ത് കുളിക്കാൻ തുടങ്ങും. ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഗാറോന്റെ മേത്ത് ഒരൊറ്റ പഞ്ച് സൈത്താമ. ആൻഡ് ഈ പഞ്ച് കൊണ്ട് തെറിച്ചു പോയ ഗാറോന്റെ അടുത്ത് സൈത്താമ എങ്ങനെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പിങ് പോങ് കളിക്കില്ല അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇങ്ങനെ വന്നിട്ട് അതുപോലെ പിങ് പോങ് പോലെ അടിക്കാൻ തുടങ്ങും. ആൻഡ് ഇങ്ങനെ ഓരോ അറ്റാക്സ് വരുമ്പോഴും ഗാറ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും. പോർട്ടൽസ് ഇതാക്കിയിട്ട് അതായത് പോർട്ടൽസ് ഓപ്പൺ ആക്കിയിട്ട് ആകാശത്ത് താഴത്തോട്ട് പോകാനൊക്കെ നോക്കും. പക്ഷെ പെട്ടുപോകും ലിറ്ററലി. അതായത് മണ്ണിന്റെ അടിയിലൊക്കെ പെട്ടുപോകും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഒരു ഉറുമ്പിനെ പിടിച്ച് കൂട്ടിലാക്കിയിട്ട് അതിനെ വെച്ച് കളിക്കില്ല അതുപോലെ ഗാറ അവിടെ സൈത്താമ അടുത്ത് പെട്ടുപോകും. ആൻഡ് എങ്ങനെയൊക്കെ ആ പോർട്ടൽ വഴി പിന്നെയും രക്ഷപ്പെടാൻ നോക്കുമ്പോൾ വീണ്ടും സീരിയസ് പഞ്ച് കൊടുക്കും സൈത്താമ ഗാറോക്ക്. ആൻഡ് ഇവിടെ എല്ലാ വില്ലന്മാരെ പോലെ തന്നെ ഗാറോക്കും റിയലൈസേഷൻ വരാൻ തുടങ്ങും. ഹീസ് ലിമിറ്റ്ലെസ്ലി സ്ട്രോങ്, ഹീസ് സോ സ്ട്രോങ് അങ്ങനെ തോന്നാൻ തുടങ്ങും. ആൻഡ് ഇവിടെ ഗോറോക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗോറോ വീണ്ടും സൈത്താമയെ കോപ്പി ചെയ്യാൻ നോക്കും. എന്ത് വിചാരിച്ചിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനും ലിമിറ്റ്ലെസ് കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫൈറ്റിൽ അവനും ഒരു അതായത് ഈക്വൽ ആയിട്ട് അവന് ടക്കർ കൊടുത്ത് നിൽക്കാൻ നൽകും. അങ്ങോട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ച് ചെയ്യും. ആൻഡ് ഇങ്ങനെ ഗാർ ഒരു പഞ്ച് കൊടുത്തോണ്ട് ഗാർ അവിടെ നിൽക്കാൻ പോകുന്നില്ല. ഗാർ വീണ്ടും പഞ്ച് ചെയ്യും. ആൻഡ് ബ്ലാസ്റ്റിന്റെ പോർട്ടൽസ് യൂസ് ചെയ്യും. ആൻഡ് ആ പോർട്ടൽസിലൂടെയും പഞ്ച് ചെയ്യും. ബട്ട് ഗസ് വാട്ട്, ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പോർട്ടൽ വെച്ചിട്ടാണോ ഗാറോ സൈത്താമ അടിക്കുന്നത് തിരിച്ച് അതേ പോർട്ടൽ വെച്ചിട്ട് സൈത്താമ ഗാറോ അങ്ങോട്ട് പഞ്ച് ചെയ്യും. ആൻഡ് ഇതിനുശേഷം വേറെ പോർട്ടൽ ഉണ്ടാക്കിയിട്ട് സൈത്താമയായിട്ട് സ്നീക്ക് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കും ഗാറോ. പക്ഷേ എത്രത്തോളം ഗാറോ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു അത്രത്തോളം അവൻ അടിയും മേടിച്ച് കൂട്ടുന്നു സൈത്താമയുടെ കയ്യിൽ നിന്ന്. അടി കൊണ്ടതിന് ശേഷം സൈത്താമയുടെ പിന്നിൽ പോയി അടിക്കാൻ നോക്കിയിട്ട് സൈത്താമയുടെ പിന്നിലോട്ട് പോർട്ടൽ നോക്കി അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അവിടെ സൈത്താമ ഉണ്ടാകത്തന്നെ ഇല്ല. ആൻഡ് സൈത്താമ എവിടെയാണെന്ന് നോക്കി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവന് മനസ്സിലാവുക സൈത്താമ ഇപ്പൊ അവന്റെ മുകളിൽ നിൽക്കുകയാണ്. ആൻഡ് സൈത്താമ ഗ്രാവിറ്റിയിൽ നിൽക്കുന്ന ആ പാറക്കല്ലുകളെല്ലാം എടുത്തിട്ട് സൈത്താമ ഭയങ്കര പവർഫുൾ ആയിട്ട് ഗാറോന്റെ അടുത്തോട്ട് വരും. ആൻഡ് ഇങ്ങനെ ഭയങ്കര പവർഫുൾ ആയിട്ട് വരുന്ന സൈത്താമ കരാട്ടെ ചോപ്പ് എടുത്തിട്ട് ഗാറോന്റെ തലക്കിട്ട് ഒരു അടി അങ്ങോട്ട് അടിക്കും. ആൻഡ് ഈ അടി ഗാറോന്റെ മേത്ത് കൊണ്ടതിന് ശേഷം ഗാറോ ലിറ്ററലി അവിടെ ചമ്മന്തിയായി വീഴും. സൈത്താമ മോഡ് ഉണ്ടായിരുന്ന ഗാറോ ആണ് ചമ്മന്തിയായി പോവും. ആൻഡ് ഇങ്ങനെ കിടക്കുന്ന ഗാറോയെ നോക്കിയിട്ട് ചോദിക്കും എന്തു പറ്റി, നീ എന്നെ കോപ്പി ചെയ്യുന്നില്ലേ, എന്റെ സീരിയസ് മോഡിനെ നീ കോപ്പി ചെയ്യുന്നില്ലേ, ചെയ്യ് കോപ്പി എന്റെ സർപ്പാസ് എന്നെ തോൽപ്പിക്ക്, എന്തു പറ്റി ചെയ്യുന്നു പറയും. ഇതെല്ലാം നേടാൻ വേണ്ടിയിട്ടല്ലേ നീ എത്രത്തോളം ചെയ്യുക, എന്നെ കോപ്പി എന്ന് പറയും. ആൻഡ് ഇതിനുശേഷം വീണ്ടും ഈ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യും. ഗാറോ അവിടെ നിന്ന് എണീറ്റിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ നോക്കും. ആൻഡ് ഗാറോന്റെ മൈൻഡിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്താ ഇങ്ങനെ, ഞാൻ ഇവന്റെ ഒരു മൂവ്മെന്റ് കോപ്പി ചെയ്ത് ഇവൻ അടിച്ചു കഴിഞ്ഞാൽ ഇവന്റെ അടുത്ത അടി അതിനും വലിയ അടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു മൂവ്മെന്റ് കോപ്പി ചെയ്തിട്ട് കാര്യമില്ല, അടുത്ത അടി അതിനും പവർഫുൾ ആണെന്നെല്ലാം ഗാറോ ആലോചിച്ചുകൊണ്ടിരിക്കും. ഞാൻ എത്രത്തോളം അവനെ കോപ്പി ചെയ്യുന്നു അത്രത്തോളം അവന്റെ പവർ ഇൻക്രീസ് ചെയ്യാണ്. ആൻഡ് ഇതിനുശേഷം നമുക്ക് ഇവർ രണ്ടുപേരും ഫൈറ്റ് എടുക്കുമ്പോൾ ഒരു ഗ്രാഫ് പോലെയുള്ള പാനൽ കാണിക്കും. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തുടങ്ങുമ്പോൾ ഇവർ രണ്ടുപേരും ഈക്വൽ ആണെന്ന രീതിക്കായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ സൈത്താമ ഇവന്റെ പവർ വെച്ചിട്ട് ഇങ്ങനെ ഇൻക്രീസ് ആയി പോവും. ആൻഡ് സൈത്താമയുടെ പവറും സ്പീഡും അക്യുറസിയും എല്ലാം ടോപ്പ് നോച്ചിൽ ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഗ്രാഫ് സൈത്താമ മുകളിലൊരു സൂര്യനെ പോലെ ജ്വലിച്ച് നിൽക്കുമായിരിക്കും. ആൻഡ് ഗാറോ അതിന്റെ എത്രത്തോളം താഴത്തായിരിക്കും. ആൻഡ് ഈ കാര്യം മനസ്സിലായ ഗാറോക്ക് മനസ്സിലായി ഇപ്പൊ ഇനി ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സൈത്താമയുടെ ഏതെങ്കിലും ഒരു പഞ്ച് കനത്തിൽ വന്ന് വീഴും, അതുകൊണ്ട് തന്നെ ഞാൻ മരിച്ചു എന്നുള്ള കാര്യം ഗാറോക്ക് മനസ്സിലായി. ആൻഡ് ഇതിനുശേഷം മാങ്കേരി നമുക്ക് ഇങ്ങനെ കാണിക്കും, അതായത് ഇവന് ഇങ്ങനെ ഗ്രാഫ് മുകളിലോട്ട് പോകുമ്പോൾ ഒരു പോയിന്റ് എത്തും. ആ പോയിന്റിന് ശേഷം സൈത്താമയുടെ പവേഴ്സ് എന്താണെന്ന് ഈവൻ പാനലിൽ പോലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് അത്രയും കൂടി ഉണ്ടാവും. ആൻഡ് സൈത്താമയുടെ പവേഴ്സ് ഇങ്ങനെ അൺകൺട്രോളബിൾ ആയിട്ട് കൂടാൻ ഒരേ ഒരു കാരണമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻ. ജനോസിനെ കൊന്ന ആ ഇമോഷനും വൺ മോർ തിങ് ആയിട്ട് ഇത്രയും നേരം സൈത്താമ ഫൈറ്റ് ചെയ്തുകൊണ്ട് ഒറ്റ കയ്യിലാണ്, അതായത് മറ്റേ കയ്യിൽ ജനോസിന്റെ ഓർബും വെച്ചിട്ട് ഒറ്റ കയ്യിലാണ് ഇത്ര നേരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇതിന് ശേഷം കാണിക്കുന്ന സീന് മാങ്കയിൽ തന്നെ വൺ ഓഫ് ദ ക്രേസി സീനാണ്. ഈ സീൻ കണ്ടിട്ടായിരുന്നു മാങ്ക അത്രയും പോപ്പുലർ ആയത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോറോ ഒരു ഫൈറ്റ് എടുത്ത് അറ്റാക്ക് ചെയ്തിട്ട് പഞ്ച് ചെയ്യാൻ വേണ്ടി വരും, ഒറ്റ കയ്യിൽ ആ പഞ്ച് തടുത്ത് നിർത്തും. അതിന്റെ ഒന്നും നോക്കുന്ന പോലും ഉണ്ടാവില്ല ഗാറോനെ. ആൻഡ് ഇതിനുശേഷം സൈത്താമക്ക് ഒരു സ്നീസ് വരും. ആ സ്നീസിൽ തന്നെ ജൂപ്പിറ്ററിലുള്ള മണലും പൊടിയും എല്ലാം തന്നെ തെറിച്ചു പോയിണ്ടാവും. ആൻഡ് ഈ തുമ്മലിന്റെ പേരായിരിക്കും റൗണ്ട് 3 സീരിയസ് തുമ്മൽ. ആൻഡ് ഇങ്ങനെയുള്ള ഒരു തുമ്മൽ ആദ്യമായിട്ടായിരിക്കും ഗാറോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത്രയും എനർജി ആയിരിക്കും. അതുകൊണ്ട് തന്നെ
പോലെ ഗാറോ ഈ തുമ്മൽ കണ്ടിട്ട് പേടിച്ചിട്ടുണ്ടാവും. ഒരു ചെറിയ തുമ്മലിന് ഇത്രയും പവർ എന്ന് വെച്ചിട്ട് പേടിച്ച് വരണ്ടു പോയിണ്ടായിരിക്കും. ഇതിനുശേഷം ഗാറോക്ക് റിയലൈസേഷൻ ആവും. റിയലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആബ്സല്യൂട്ട് ഈവിള്, മോൺസ്റ്റർ. ഞാൻ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവൻ എന്ത് തരത്തിലുള്ള ഒരു മോൺസ്റ്റർ ആണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഈ തുമ്മല് കാരണം തന്നെ രണ്ടുപേരും, അതായത് സർഫസ്, മൂണിന്റെ സർഫസിൽ നിന്ന് മുകളിലോട്ട് സ്പേസിലോട്ട് പൊന്തിണ്ടാവും. അങ്ങനെ സ്പേസിലോട്ട് പൊന്തി പോയിട്ടിരിക്കുമ്പോഴായിരിക്കും ഒരു ലൈറ്റ് കാണുക ഗാറോക്ക്. ആ ലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണായിരിക്കും. ആൻഡ് ഇത് ഗാറോക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സണ്ണ് കണ്ടു കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂമി എവിടെയെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് പോർട്ടൽ ഓണാക്കാന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ഗാറോ നേരെ ഒരു പുതിയ പോർട്ടൽ ഓണാക്കും. ആൻഡ് സണ്ണ് കണ്ട ഗാറോ സൈത്താമയെ വേറൊരു ഡയറക്ഷനിലോട്ട് തള്ളി മാറ്റി, അതായത് അങ്ങോട്ട് ഇടിച്ച് മാറ്റിയിട്ട് നേരെ ഒരു പോർട്ടൽ ഓണാക്കിയിട്ട് ഭൂമിയുടെ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നതിന് ശേഷം അവിടെ തുള്ളാൻ തുടങ്ങും. ഞാൻ ജയിച്ചേ പറഞ്ഞ് തുള്ളാൻ തുടങ്ങും. അങ്ങനെ ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു സൗണ്ട് ബാക്കിന്ന് കേൾക്കുക. ആഹാ, കൊള്ളാലോ, ആ മൂവ്മെന്റ് കൊണ്ട് ഇങ്ങോട്ട് എത്തിയോ, നിഫ്റ്റിയാണ് മോനെ. അവിടെ വോയിസ് കേട്ടത് കൊണ്ട് തന്നെ ആകെ ബ്ലാങ്ക് ആയി പോവും ഗാറോ. എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് സ്റ്റെക്കായി നിന്ന് പോവും. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് സൈത്താമയോട് ചോദിക്കും, നീ എങ്ങനെയാടാ ഇങ്ങോട്ട് വന്നേ? നിന്നെയല്ലേ ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ച, പിന്നെ നീ എങ്ങനെ ഇങ്ങോട്ട് വന്നേക്കും? ആൻഡ് ഇതിനുശേഷം സൈത്താമ അത് കേട്ടിട്ട് സൈത്താമ പറയും, എന്റെ വയറ് ഭയങ്കരമായിട്ട് വേദനിക്കേണ്ടായിരുന്നു, ഞാൻ കുറെ നേരമായിട്ട് പിടിച്ചു വെച്ചിരിക്കായിരുന്നു. ആൻഡ് ഒരു ആരില്ലാത്ത സ്ഥലത്തെത്തിയപ്പോൾ ഞാനത് അങ്ങോട്ട് വിട്ടു. ആ വിട്ടതില് ഞാൻ ഇങ്ങോട്ട് നിന്റെ പോർട്ടലിൽ കൂടെ കയറിയിട്ട് ഇങ്ങോട്ട് വന്നു. പിന്നിന്ന് വിട്ടൊരു വളി റോക്കറ്റ് ലോഞ്ചർ പോലെ യൂസ് ചെയ്തിട്ട് പോർട്ടലിൽ കയറി വരുന്ന ഒരു സൂപ്പർ ഹീറോ. ആലോചിക്കണം, ഒരു സൂപ്പർ ഹീറോ ആദ്യമായിട്ട് കാണായിരിക്കും. ആൻഡ് ഇതിന് ശേഷം സൈത്താമ ഒറ്റൊരു പഞ്ച് എടുക്കും. സ്പേസിലുണ്ടായിരുന്ന ഗോറോനെയും കൂട്ടിയിട്ട് ആ പഞ്ച് നേരെ വന്ന് നിലത്തങ്ങോട്ട് പതിക്കും. ആൻഡ് എത്തുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം ഫൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തില്ല, അവിടെ ആയിരുന്നു. ആൻഡ് ഇതിനുശേഷം തോൽവി സംഭവിച്ച ഗാറോ പറയും, എന്നെ കൊന്നു കളഞ്ഞേക്ക്, നീ നിർത്തരുത്, എന്നെ കൊന്നു കളയും പറയും. അപ്പൊ സൈത്താമ അവിടെ, ഞാൻ നിന്നെ കൊല്ലില്ല, കാരണം നിന്നെ കൊല്ലാണ്ട് നിന്നെ തോൽപ്പിക്കുന്ന ഞാൻ ആ പയ്യന് കൊടുത്ത അവസാനത്തെ വാക്കായിരുന്നു പറയും. അതെ, ആ ടാരിയൊക്കെ കൊടുത്ത അവസാനത്തെ വാക്കായിരുന്നു നിന്നെ കൊല്ലാണ്ട് നിന്നതാക്കുന്നത്. അവസാനത്തെ വാക്കോ? അപ്പൊ ഗാറോയ്ക്കും അവസാനത്തെ വാക്കിന് അവനെന്താ പറ്റിയേക്കും? അവനെ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും അവിടെ കാണുക ടാരിയോ മരിച്ചു കിടക്കുന്നുണ്ടാവും. ടാരിയോ ഇങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ടതിനു ശേഷം ഗാറോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അലറി വിളിച്ചുകൊണ്ട് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡയറക്ഷൻ ഇല്ലാണ്ട് ഓടാൻ തുടങ്ങും. ആൻഡ് ഇത് കണ്ടിട്ട് സൈത്താമ ചോദിക്കും, നീ എന്താ ചെയ്യുന്നേ? കുട്ടി അവിടെയാ കിടക്കുന്നതെന്ന് ചോദിക്കും. നീ ഇതിനെ വേറെ സ്ഥലത്തോട്ടെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് ഗാരോ പറയും, ഇതെല്ലാം എന്റെ തെറ്റാണ്, ഞാൻ നിന്റെ അടുത്ത് വരാനേ പാടില്ലായിരുന്നു. ആൻഡ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അലറിക്കൊണ്ടിരിക്കുന്ന ഗാറോ ഒരു കല്ല് തട്ടി താഴത്തോട്ട് വീഴും. അതിന് താഴത്തോട്ട് വീണതിന് ശേഷം പറയും, ഞാൻ തന്നെയായിരുന്നു ഓമിനിയസ് ഫ്യൂച്ചർ, കാരണം കുറച്ച് സമയത്തേക്കെങ്കിലും ആ ഫ്യൂച്ചർ എന്നെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബട്ട് അങ്ങനെ ആയതിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, കാരണം ടാരിയോ മരിച്ചിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെ കിടക്കുന്ന ഗാറോ അടുത്ത് സൈത്താമ ചോദിക്കും, നീ അപ്പൊ മുകളിലോട്ട് പോയപ്പോ ഏതെങ്കിലും വിയേഡോ നിന്റെ അടുത്ത് എന്തെങ്കിലും ചെയ്തോ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കും. അതിന്റെ മറുപടിയായിട്ട് ഗാറോ പറയും, എന്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എനിക്ക് പവേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണക്കാരൻ ഞാനല്ലേ, എന്റെ സ്പിരിറ്റ് വീക്കർ ആയതുകൊണ്ട് തന്നെയല്ലേ അയാൾ എന്നെ കൺട്രോൾ ചെയ്തേ. ആൻഡ് ഗോറോ അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പറയും, ഇതെല്ലാം ഒരു തമാശ പോലെയാണ്, കാരണം നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ലേ പിന്നെ എനിക്ക് ആബ്സല്യൂട്ട് ഇവൾ ആവാൻ പറ്റത്തില്ല. അത് കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്നെ തോൽപ്പിക്കുന്നത്, നീ പറയുന്നത് നിനക്ക് ഹീറോ ആവാനുള്ള തകുതിയില്ലാന്ന്. നന്നായിരുന്നു നീ എന്നെ അവിടെ വെച്ച് എന്നെ കൊന്നു കളഞ്ഞെന്നുണ്ടെങ്കിൽ, കാരണം എനിക്കിപ്പോ ഇങ്ങനെ കിടക്കുന്ന ടാരിയോനെ കാണാൻ പറ്റുന്നില്ല. ആബ്സല്യൂട്ട് ഈവിൾ ആവുന്നതും ലോകത്തന്നെ മാറ്റുന്നതും എല്ലാം ടാരിയോക്ക് വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന സൈത്താമ ഒന്ന് സീരിയസ് ആയിട്ട് ഗാറോട് ചോദിക്കും, നീ ഇപ്പൊ ഈ ചെയ്തതെല്ലാം ടാരിയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? നീ അവന്റെ ഒപ്പം നിന്ന് അവൻ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ? ആൻഡ് ഇത് കേട്ട് ഗാറോ തിരിഞ്ഞ് സൈത്താമടുത്ത് ദേഷ്യത്തോടെ ചോദിക്കും, നിനക്കെന്താ അറിയാടാ എന്നെ പറ്റിയിട്ടെന്ന് ചോദിക്കും. അപ്പൊ സൈത്താമയുടെ കയ്യിൽ ആ കോറ് കാണും ജെനോസിന്റെ. ആൻഡ് ഇപ്പോഴും ജെനോസിന്റെ കോറ് കയ്യിലുള്ളപ്പോ ഗാറോക്ക് കാര്യം മനസ്സിലാവും, അവനും സൈത്താമയും ഏകദേശമൊക്കെ ഒരുപോലെയാണ്, പവേഴ്സിന്റെ കാര്യത്തിലല്ല, അവരുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ. ഇൻഫാക്ട് അവർ രണ്ടുപേരുടെയും ജീവിതം ഒരുപോലെ ആണെങ്കിൽ പോലും അവർ രണ്ടുപേരും എത്രത്തോളം ഡിഫറൻസ് ആണ്, എത്രത്തോളം മെന്റാലിറ്റി ഡിഫറെന്റ് ആണ് അവരുടെ. ആൻഡ് ഇത് മനസ്സിലാക്കി ഗാറോട് സൈത്താമ വയ്ക്കും, ഇനി എന്താ ചെയ്യേണ്ടത്? കാരണം ഗോറോയും സൈത്താമയും രണ്ടുപേരും അവരുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഉത്തരമായിട്ട് ഗാറോ സൈത്താമടുത്ത് ഒരു സഹായം ചോദിക്കും. ആൻഡ് എന്താണ് ആ സഹായം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗാറോ സൈത്താമടുത്ത് പറയും, ഗാറോയുടെ മൂസ് സൈത്താമടുത്ത് കോപ്പി ചെയ്യാൻ പറയും. ഗാറോക്ക് വിശ്വാസം ഉണ്ടായിരുന്നു സൈത്താമയെ കൊണ്ടും മൂസ് കോപ്പി ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഗാറോക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആൻഡ് കോപ്പി ചെയ്യാൻ പറയുന്ന മൂവ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാള് ഞാൻ ആ മൂവ്മെന്റ് ഞാൻ ട്രൈ ചെയ്തിട്ട് പോലുമില്ല, എനിക്കറിയില്ല എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്ന്, പക്ഷെ നീ അതെന്തായാലും ഞാൻ ചെയ്യുന്നത് കണ്ട് നീ കോപ്പി ചെയ്യണമെന്ന് പറയും. ആൻഡ് മേ ബി സൈത്താമ അത് കോപ്പി ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ പോലും സൈത്താമക്ക് അത് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഗാറോ സൈത്താമ അടുത്ത് പറയും, ഞാൻ നിനക്കത് പഠിപ്പിച്ചിരുന്നോണ്ട് തന്നെ നീ അടുത്ത് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം പറയും. ബട്ട് സൈത്താമ പറയും, ഐ ഡോണ്ട് റിയലി കെയർ, കാരണം സൈത്താമോട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആരാടാ ഇങ്ങനെയൊക്കെ സഹായം ചോദിക്കാന്നാണ്. ബട്ട് അറ്റ് ദ എൻഡ് സൈത്താമ ഇതിന് അഗ്രി ചെയ്യും. ആൻഡ് ഗോറോ അവന്റെ ആ ടെക്നിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആൻഡ് ഈ പവർ ഗാറോന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പവറാണ്. ഇത് സൈത്താമയെ പോലുള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഇപ്പൊ അവൻ ഗോഡ് അല്ലെങ്കിൽ പോലും അവന്റെ പവർ വെച്ചിട്ട് അവൻ എന്തായാലും ഈ കാര്യം കോപ്പി ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഗാറോന്റെ മൈൻഡിൽ. ആൻഡ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് കോപ്പി ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ ഒരു ആകാശത്തിന് ഒരു സൗണ്ട് വരിക, സൈലൻസ്, ഐ ആം ടേക്കിംഗ് ദം ബാക്ക്. ആൻഡ് ഇങ്ങനെ ഗോഡിന്റെ അടുത്ത് സൗണ്ട് വരും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ഗാറോന്റെ കാലിന്റെ അവിടുന്ന് ഗാറോ ഇങ്ങനെ ഉപ്പായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് ഗാറോ ഇങ്ങനെ സോൾട്ടായിട്ട് മാറുന്നതുകൊണ്ട് ആദ്യം സൈത്താമ ഇങ്ങനെ കളിച്ചിരിക്കുമ്പോൾ ഗാറോ വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്ന പറയും. ആൻഡ് ഇവിടെ സൈത്താമ കുറച്ച് സീരിയസ് ആവും. ബട്ട് അറ്റ് ദ എൻഡ് ഗാറോ സോൾട്ടായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറും. ആൻഡ് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിനു ശേഷം അപ്പുറത്ത് സൈത്താമ നിൽക്കുന്നില്ലേ, ആൻഡ് അവസാനമായിട്ട് ഗാറോ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഡിഫീറ്റ് ദാറ്റ് ഓമിനിയസ് ഫ്യൂച്ചർ എന്ന്. ആൻഡ് ഇതിന് ശേഷം നമുക്ക് കാണിക്കുന്നത് ആ മൂവ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈം ട്രാവൽ ചെയ്യാനുള്ള മൂവ്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സൈത്തമക്ക് ആദ്യമായിട്ട് മാർഷൽ ആർട്സിന്റെ ബ്യൂട്ടി മനസ്സിലാവാൻ തുടങ്ങും. ആൻഡ് ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് പോയത് എവിടേക്കാന്ന് അറിയോ? തുടക്കത്തിൽ അവനാണ് ഓമിനിയസ് ഫ്യൂച്ചർ എന്നെല്ലാം പറഞ്ഞിട്ട് ഗോറോ കോസ്മിക് ഗോറോ ആയിട്ട് മാറി ഉണ്ടാവില്ലേ, അവിടെ എവിടെയാണ് കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് നോക്കി താങ്ക് യു എന്നെല്ലാം പറയുന്നില്ല, അവിടെ കറക്റ്റ് ആയിട്ട് സൈത്താമ വന്നിട്ട് ഒരൊറ്റ പഞ്ച് ചെയ്യും. ആ ഒരൊറ്റ പഞ്ചിൽ തന്നെ ഗോറോ അവിടെ അൺകോൺഷ്യസ് ആയിട്ട് അവന്റെ മേത്തുള്ള എല്ലാ പവേഴ്സും പോയി നിലത്ത് വീഴും. കാരണം അവിടെ സൈത്താമ ജൂപ്പിറ്റർ മുകളിൽ അത്രയും പവർഫുൾ ആയി മാറിണ്ടാവും. അതുകൊണ്ട് തന്നെ ഒറ്റ പഞ്ച് മതിയായിരിക്കും. ആൻഡ് ഇതിന്റെ അവസാനമായിട്ട് ഈ ബാറ്റിൽ സൈത്താമ ബട്ട് 0 പഞ്ചസിൽ ഈ ബാറ്റിൽ അങ്ങോട്ട് ഫിനിഷ് ചെയ്യും. കാരണം ഇപ്പൊ ഈ അടിച്ച അടിയില്ലേ ഈ പഞ്ച്, അത് മര്യാദക്ക് അവന്റെ ലാൻഡ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. ജസ്റ്റ് സൈത്താമയുടെ കൈയൊന്ന് ഗോറോന്റെ മുഖത്ത് തട്ടിയതേ ഉള്ളൂ. ആൻഡ് ഗാറോന്റെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും. ആൻഡ് അവിടെ നിന്ന് ബാക്കിയുള്ളവർക്കൊന്നും ആരും മനസ്സിലായിണ്ടാവില്ല ആരാന്ന്. പക്ഷെ ജനോസിന് മനസ്സിലായിട്ടുണ്ടാവും അത് സൈത്താമയാണെന്ന്. ഇവിടെ ബാങ്ങും മറ്റുള്ളവരെല്ലാരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഹീറോ ഹണ്ടർ ആയ ഗാറോനെ ഒറ്റ പഞ്ചിൽ ആരെങ്ങനെ അടിച്ചെന്നല്ല ആലോചിക്കായിരിക്കും. ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ഗാറോന്റെ മേത്തുണ്ടായിരുന്ന എല്ലാ കോസ്മിക് പവേഴ്സും അവനെ വിട്ടു പോകുന്നതാണ് കാണിക്കുന്നത്. ആൻഡ് അതിനുശേഷം പാസ്റ്റിലുള്ള സൈത്താമയും പ്രസന്റിലുള്ള 2 സൈത്താമയും കൂടി മെർജാവും. ആൻഡ് ഇങ്ങനെ മെർജായത് കാരണം തന്നെ സൈത്താമക്ക് ഇത്ര നേരം നടന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ആൻഡ് കയ്യിൽ നോക്കുമ്പോൾ ജനോസിന്റെ ഓർമ്മായിരിക്കും. അതിന് ഇത് കണ്ടിട്ട് പേടിച്ച് നിൽക്കും. താഴത്തോട്ട് നോക്കുമ്പോൾ ഷെഡിങ് കയറി സാധനം പുറത്തുണ്ടാവും. ആൻഡ് ഇങ്ങോട്ട് ജനോസ് വരും. ജനോസ് വന്നിട്ട് നേരെ ഒരു ഹെഡ് ബട്ട് അങ്ങോട്ട് കൊടുക്കും സൈത്താമക്ക്. സൈത്താമക്ക് ഹെഡ് ബട്ട് കൊടുത്തതിന് ശേഷം ജനോസിന്റെ ഓർബ് എടുത്ത് നോക്കും. കാരണം ഈ ഓർബിൽ ഇത്ര നേരം നടന്ന കാര്യങ്ങളെല്ലാം സ്റ്റോർഡ് ആയിരിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഫ്യൂച്ചറിൽ നടന്ന എല്ലാ കാര്യങ്ങളും ജനോസിന് കാണാൻ തുടങ്ങും. ജനോസ് ഇത്ര നേരം ഉണ്ടായ എല്ലാ കാര്യങ്ങളും ജനോസിന് മാത്രം മനസ്സിലാവാനും തുടങ്ങും. ജനോസ് ഒഴിച്ച് വേറെ ആർക്കും ഇതൊന്നും അറിയത്തുമില്ല. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ വീഡിയോ. അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്ത് പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. OPMന്റെ ഇനി അടുത്ത ഏത് ഫൈറ്റ് നിങ്ങൾ പറയുന്നു അത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. സോ ബൈ ഗായ്സ്, അടുത്ത വീഡിയോ കാണാം. ബൈ.